എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് കാൽക്കുലസിലെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയുള്ളൂ. അതായത് നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിത് എഴുതി കാണിക്കുന്നത് കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 x minus sin x divided by x cube. ഇതിന്റെ വിലയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് തന്നിട്ട് 1/6 -1/6 0 1/2. ഇപ്പോൾ ഇതില് എക്സ്റ്റെൻഡ്സ് ടു 0 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൻസർ 0/0 എന്നുള്ള ഫോമിലാവും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഇക്വേഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 വരുമ്പോൾ 0/0 എന്നുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. എങ്ങനെയാണ്? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്, ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബിന്റെ എന്താ വരിക? 3x² ആണ് വരിക. അപ്പൊ ഇനിയും എക്സ്റ്റെൻസ് ടു 0 എക്സ് ഉണ്ടാച്ചെങ്കിൽ നമുക്ക് 0/0 തന്നെ വരും അല്ലേ. അപ്പൊ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂള്, അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. 1 മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്, 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. മൈനസ് പിന്നെ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്, ഡിവൈഡഡ് ബൈ 3x² എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3 × x²ന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ നമുക്ക് എന്ത് വന്നു? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 6x. ഇപ്പോഴും എന്ത് വന്നു? 0/0 ആണ് വരിക. അപ്പൊ നമ്മൾ ഇനിയും ഏത് അപ്ലൈ ചെയ്യുക? എൽ ഹോസ്പിറ്റൽസ് റൂള്, അതായത് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ഡിവൈഡഡ് ബൈ 6xന്റെ ഡെറിവേറ്റീവ് 6. അപ്പൊ കോസിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? കോസ് 0 ഡിവൈഡഡ് ബൈ 6, അത് എത്രയാണ്? 1/6. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ്. ഇതിന്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് 1 -1 0 1/2. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാ? ഇതേപോലെ തന്നെ, കാരണം എന്താണ്? എക്സ്റ്റെൻസ് ടു 1 കൊടുത്താൽ 0/0 എന്ന് വരും. അപ്പൊ നമുക്ക് എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ്, 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്, മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പൊ -1 എന്ന് വന്നു, ഡിവൈഡഡ് ബൈ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. അപ്പൊ നമുക്ക് എന്താണ് ഇത് കിട്ടുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സ് അല്ലെ. എക്സിന് 1 കൊടുത്താൽ എന്ത് വരും? -1 എന്ന ആൻസർ വരും. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. k = ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/4 sec²x minus 2 tan x divided by 1 plus cos 4x. ഇതിൻ്റെ കെയുടെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. k = 2 ആണ്. അപ്പൊ കെയുടെ വില ആൻസേഴ്സ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 1 -1/2 1/2 0. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇതിൽ നോക്കൂ, എക്സ്റ്റെൻസ് ടു π/4 വരുമ്പോൾ നമുക്ക് എന്ത് വരും? sec² π/4 എന്താ എങ്ങനെയാണ് കാണുക? sec² π/4 കാണുന്ന വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? 1/cos² π/4 അല്ലേ. π/4 cos π/4 എത്രയാണ്? 1/√2 ആണ്, അതിന്റെ സ്ക്വയർ. അത് എത്രയാ വരിക? 1/1/2 എന്ന് വരും.
അത് 2 മുകളിലേക്ക് വരും അല്ലെ. അപ്പൊ 2 ആണ് സീക്ക് സ്ക്വയർ പൈ ബൈ 4. ഇത് നമ്മൾ നോക്കി വെച്ചു എന്നേ ഉള്ളൂ. ഇനി അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? 2 മൈനസ് 2 0 തന്നെ വരും. കോസ് 4x എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 ഇൻറ്റു പൈ ബൈ 4 കോസ് പൈ മൈനസ് 1 അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് 0/0 എന്നുള്ള ഫോമിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇതിന് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് ചെയ്യും? സീക്ക് സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് 2 സീക്ക് എക്സ്. ഇനി സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവും കൂടി എഴുതണം. സീക്ക് എക്സ് ടാൻ എക്സ് മൈനസ് 2 ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 4x. 1ന്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 4x ഇൻറ്റു 4 എന്ന് വരും. 4xന്റെ പിന്നെ 4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2 സീക്ക് സ്ക്വയർ എക്സും പുറത്തേക്ക് എടുക്കാം അല്ലെ. 2 സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ എക്സ് മൈനസ് 1 ബൈ 4 ഇൻറ്റു മൈനസ് 4 ഇൻറ്റു സൈൻ 4x എന്നായി. അപ്പൊ ഞാൻ ഇത് ക്യാൻസൽ ചെയ്തു. അപ്പൊ 2 ആയി ഇവിടെ. ഈ മൈനസിനെ ഇതിന്റെ ഉള്ളിലേക്ക് എടുത്താൽ നമുക്ക് എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ 2 സൈൻ 4x. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യാം. കാരണം എന്താണ്? ഇത് വരുമ്പോൾ ഈ സീക്ക് സ്ക്വയർ എക്സ് എന്നുള്ളത് 2 എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി വെക്കണം കേട്ടോ. സീക്ക് സ്ക്വയർ പൈ ബൈ 4 എന്നുള്ളത് 2 ആണ് കേട്ടോ. ഇനി അപ്പൊ ഇവിടെ ഇനി എന്താണ്? ഇത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്ന് എക്സ്റ്റെൻസ് ടു പൈ ബൈ 4 എന്ന് കൊടുത്താ ഇവിടെ എന്ത് വരും? ഇവിടെ 0/0 തന്നെ വരും. അപ്പൊ നമുക്ക് ഇനിയും എന്താ അപ്ലൈ ചെയ്യണം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 4. ഇത് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ യുവും ഇത് വിയും ആണ് വെച്ചെങ്കിൽ d/dx ഓഫ് യു വി എന്നുള്ള ഫോമിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇതിന്റെ ഏതാണ് വരിക? മൈനസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 സീക്ക് എക്സ് ടാൻ എക്സ് 2 സീക്ക് എക്സ് ഇതിന്റെ പിന്നെ സീക്ക് എക്സിന്റെ ടാൻ എക്സ് സീക്ക് എക്സ് ഡിവൈഡഡ് ബൈ ഇതെന്താണ് വരുന്നത്? 2 ഇൻറ്റു സൈൻ 4xന്റെ കോസ് 4x ഇൻറ്റു 4. അതായത് 2 ഇൻറ്റു 4 8 കോസ് 4x എന്ന് വരും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ലൈൻ എഴുതാം. അപ്പൊ നമുക്ക് എന്ത് വരും? ഇത് എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 4 ഇവിടെ എന്താണ്? 2 അപ്പൊ ഇനി നമുക്ക് ഇതിന് വാല്യൂ കൊടുത്തു നോക്കാം. എങ്ങനെയാണ് വാല്യൂ കൊടുക്കുക? സീക്ക് സ്ക്വയർ എക്സ് എന്നുള്ളത് എന്താണ്? സീക്ക് സ്ക്വയർ പൈ ബൈ 4 2 ആണ്. ഇനി ഇവിടെ മൈനസ് സീക്ക് സ്ക്വയർ എക്സ് എന്നുള്ളത് -2 ആണ്. പ്ലസ് 1 മൈനസ് ടാൻ എക്സ്. ടാൻ പൈ ബൈ 4 എത്രയാണ്? 1 ആണ് അല്ലെ. ടാൻ പൈ ബൈ 4 1 ആണ്. പിന്നെ എന്താണ്? 2 സീക്ക് എക്സ്. അപ്പൊ 2 ഇൻറ്റു സീക്ക് എക്സ് സീക്ക് പൈ ബൈ 4 എന്താണ്? ഇത് സീക്ക് സ്ക്വയർ അല്ലേ. സീക്ക് പൈ ബൈ 4 ആണ്. സീക്ക് പൈ ബൈ 4 എന്താണ് വരിക?
ഇവിടെ 2 സീക്ക് സ്ക്വയർ ആണ്. സീക്ക് സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കണേ അല്ലെ. സീക്ക് സ്ക്വയർ പൈ ബൈ 4 എത്രയാണ് തന്നിരിക്കണത്? 2 ആണ്. തന്നിരിക്കണതല്ല, നമ്മൾ കണ്ടുവച്ചതാണ്. അപ്പൊ 2 ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സിന് പകരം എന്തെഴുതാം? 2 എഴുതാം. പിന്നെ ടാൻ എക്സിന് പകരം എന്തെഴുതാം? 1 ആണ്. ടാൻ പൈ ബൈ 4 1 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 4 പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ കോസ് പൈ വരും. കോസ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ്, ഇവിടെ യു ഇല്ല കേട്ടോ. കോസ് പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? -1 വരും. പിന്നെ ഇൻറ്റു 4 ഉണ്ട്. അപ്പൊ എന്താ ആണ് ഇവിടെ വരുന്നത്? -4. ഈ ടേം 0 ആയി പോയില്ലേ? -4 ഡിവൈഡഡ് ബൈ -8. അത് എത്രയാണ്? 1/2. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ. limit theta tends to pi by 2 log of theta minus pi by 2 divided by tan theta equal to എത്രയാണെന്നാണ്. ഓപ്ഷൻസ് 0, 1, -1/2, pi by 2. ഇതിൽ നോക്കൂ, ടാൻ തീറ്റ തീറ്റ പൈ ബൈ 2 കൊടുത്താൽ ഇവിടെ എന്ത് വരും? ലോഗ് 0 ഡിവൈഡഡ് ബൈ ടാൻ പൈ ബൈ 2 അല്ലേ. അപ്പൊ 0/0 എന്നുള്ള ഫോമില് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിനെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ എന്ത് വരും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 ലോഗ് ഓഫ് തീറ്റ -1 പൈ ബൈ 2ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു തീറ്റ എക്സ്റ്റെൻസ് ടു അല്ല, തീറ്റ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? 1/θ മൈനസ് പൈ ബൈ 2 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയുടെ സീക്ക് സ്ക്വയർ തീറ്റ. അപ്പൊ നമുക്ക് എന്ത് വരും? ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2 സീക്ക് സ്ക്വയർ തീറ്റ അല്ലെ. അപ്പൊ ഇതെന്ത് വരും? 1/6 സ്ക്വയർ തീറ്റ എന്നുള്ളത് കോസ് സ്ക്വയർ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് പൈ ബൈ 2. ഇനി നമുക്ക് വീണ്ടും എൽ ഹോസ്പിറ്റൽ റൂൾ തന്നെ, കാരണം തീറ്റയ്ക്ക് പൈ ബൈ 2 കൊടുക്കുമ്പോൾ 0/0 എന്നുള്ള ഫോമാണ്. അപ്പൊ ഇനി അടുത്ത ഡെറിവേറ്റീവ് കാണാം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2 കോസ് സ്ക്വയർ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? 2 കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ എന്താണ്? മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റയുടെ 1 മൈനസ് പൈ ബൈ 2ന്റെ 0 ആയി പോയി. അപ്പൊ നമുക്ക് എന്ത് വരും? -2 കോസ് തീറ്റ സൈൻ തീറ്റ ലിമിറ്റ് തീറ്റ ടെൻസ് ടു പൈ ബൈ 2. അപ്പൊ നമുക്ക് എന്താ ആൻസർ വരിക? അതായത് കോസ് പൈ ബൈ 2 എന്നുള്ളത് എന്ത് വരും? 0 വരും അല്ലെ. അപ്പൊ -2 ഇൻറ്റു 0 ഇൻറ്റു സൈൻ പൈ ബൈ 2 ഇവിടെ 1 വരും. സൈൻ പൈ ബൈ 2 1 ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ വരിക? 0 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ലോഗ് എക്സ് എത്രയാണെന്ന്. ആൻസേഴ്സ് 0, 1, -1 ഇവയൊന്നുമല്ല. നൺ ഓഫ് ദീസ്. ഇതില് എങ്ങനെയാണ്? ഇതാവുമ്പോഴും നമുക്ക് എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0/0 എന്നുള്ള ഫോമിൽ ആവണം അല്ലെ, എങ്കിലേ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1/x. ഇങ്ങനെ എഴുതിക്കൂടെ ഈ എക്സ് ലോഗ് എക്സിനെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 0/0 എന്നുള്ള ഫോമിലാവും. അപ്പൊ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x². അപ്പൊ നമുക്ക് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് x²ൽ ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ ഈ ആ എക്സ് മുകളിലേക്ക് വരും അല്ലെ, -x എന്ന് വരും. അപ്പൊ എക്സ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ 0 തന്നെ വരും. ഏതാണ് ആൻസർ? എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x raised to tan x ഈക്വൽ ടു എത്ര എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓപ്ഷൻസ് 0, 1, -1, none of these. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x raised to tan x. ഇതിൽ നമുക്ക് എന്ത് എടുക്കാം? ഒരു k എന്ന് പറയുന്നതാണ് ഏത്? sin x raised to tan x എന്ന് എടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x raised to tan x എന്ന് എടുത്തു. അപ്പൊ ഇനി എന്താണ്? ലോഗ് കെ നമുക്ക് കാണാം അല്ലെ. ലോഗ് കെ എങ്ങനെയാണ് കാണുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x ഇൻറ്റു ലോഗ് സൈൻ എക്സ് അല്ലെ. ലോഗ് എടുക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെയല്ലേ വരിക? ലോഗ് സൈൻ എക്സ് റൈസ് ടു ടാൻ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇനി എന്താ ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോട്ടെക്സ് എന്ന് എഴുതിയൂടെ? അതായത് ടാൻ എക്സ് എന്ന് പറയുന്നത് 1/കോട്ടെക്സ് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി. അപ്പൊ ഇനി എന്താ ചെയ്യാ? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ഇപ്പോ നോക്കൂ, 0/0 എന്നുള്ള ഫോമിലായില്ലേന്ന്. അപ്പൊ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എങ്ങനെയാണ് വരിക? ലോഗ് സൈൻ എക്സ് അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ ഡെറിവേറ്റീവ്? 1/sin x ഇൻറ്റു സൈൻ എക്സിന്റെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോട്ടെക്സിന്റെ എന്താണ് ഡെറിവേറ്റീവ്? -cosec²x. അപ്പൊ നമുക്ക് എന്താണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലെ. അപ്പൊ മൈനസ്, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു 1/cosec²x എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? sin²x എന്ന് എഴുതിയൂടെ? അപ്പൊ നമുക്ക് എന്തായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇതിൽ സൈൻ ക്യാൻസൽ ചെയ്ത് പോയില്ലേ. അപ്പൊ എന്താണ് വരിക? -sin x cos x അല്ലെ. സൈൻ 0 0 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഈ വാല്യൂ എന്തായി പോയി? 0 ആയി പോയി. അപ്പൊ ആൻസർ എന്താണ്? 0 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ആൻസർ 0 അല്ല, കാരണം ലോഗ് കെ ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. ആൻസർ 0 ആവാൻ പറ്റില്ല. നമ്മൾ കണ്ടുപിടിച്ചത് ലോഗ് കെ ആണ്. നമ്മളോട് ചോദിച്ചത് കെ എങ്ങനെയാ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് റേസ് ടു ടാൻ എക്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ലോഗ് കെ 0 ആണ് വെച്ചെങ്കിൽ നമുക്ക് കെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു 0 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ? 1 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ബി എന്നുള്ളതാണ് ആൻസർ കേട്ടോ. നമ്മള്
വേഗത്തില് 0 ആൻസർ ആണെന്ന് വിചാരിക്കരുത്. കാരണം നമുക്ക് 0 കണ്ടത് ലോഗ് കെ ആണ്. അപ്പൊ നമുക്ക് ഇനി കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇ റേസ് ടു 0, അതായത് 1. ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത്, ലോഗ് കെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് ഇ റേസ് ടു 0 ഈക്വൽ ടു 1. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.